വിശ്വാസം റിസൾട്ടാണ്. എന്തിനാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സ്നേഹത്തെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. അതാണ് ബൈബിളിൻ്റെ ഒരു വെളിപാടതാണ്. എന്താണ്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഇപ്പം സംശയത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ച് സംശയം നീങ്ങിയത് കൊണ്ട് ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ഒരു അപ്ലൈഡ് ഫെയ്ത്തിലേക്ക് വരത്തില്ല. ആ പ്രായോഗിക വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമോഷണൽ ഫാക്കൽറ്റി പവർഫുള്ളാകണം. പലപ്പോഴും സംശയം തീർക്കാൻ വേണ്ടി ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റിയിലാണ് നമ്മൾ പഠനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഠനങ്ങൾ എപ്പോഴും ബൗദ്ധികമായ ഫാക്കൽറ്റിയിൽ മാത്രമേ അത്, പക്ഷേ അതിൻ്റെ കൂടെ സംശയങ്ങൾ തീർന്നാലും ഒരു ആക്റ്റീവ് ഫെയ്ത്തിലേക്ക്, ആ വിശ്വാസം പ്രയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മൾ ഓക്കെ ആയാൽ മാത്രം പോരാ, നമ്മൾ വൈകാരികമായിട്ട് ഓക്കെ ആകണം. വൈകാരികമായിട്ട് ആരുമായിട്ട് ഓക്കെ ആകണം? ദൈവമായിട്ട് ഓക്കെ ആകണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കണം. ഈ ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉടമ്പടിയിൽ അതിൻ്റെ ഫോർമുല ഉണ്ട് മുഴുവനും. അത് നിങ്ങൾ എപ്പോഴും ചെയ്യണം. ഉടമ്പടിയിൽ വരുമെന്ന പ്രശ്നം ചില ആൾക്കാർക്ക് ഇടിപെട്ട് സാക്ഷ്യങ്ങൾ പറയാൻ കാര്യം, ദൈവവുമായിട്ടുള്ള ഇവരുടെ വൈകാരിക ബന്ധം പെട്ടെന്ന് ബൂസ്റ്റഡ് ആവും. ഉടമ്പടിയിൽ ദൈവമായിട്ടുള്ള, ഇപ്പോൾ ചെറിയ പറഞ്ഞു, ഞാൻ നല്ല വെയിലായിരുന്നു അച്ഛാ, ഇപ്പം ഇന്നലെയൊക്കെ പറഞ്ഞ നല്ല ചെറുപ്പകാലത്തൊക്കെ വന്നപ്പോൾ ഇടിപെട്ട് സാക്ഷ്യം പറഞ്ഞു, നല്ല വെയിലായിരുന്നു, വേർത്തൊലിച്ചു, ഞാൻ 10 രൂപ കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ചെന്നപ്പോൾ തന്നെ കൊന്തയിട്ട ഒരാൾ എന്നെ കളിയാക്കിയെന്ന്. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. കാര്യം കൊന്തയിട്ടവൻ തന്നെ എന്നെ കളിയാക്കി. കൊന്തയിട്ടവൻ ചിലപ്പോൾ അവൻ കൊന്തയിട്ടോണ്ട് നിൽക്കായിരിക്കും, പിശാചിനും കൊന്തയിടാവില്ല. അതിലത്തെ കാര്യമില്ല. എന്തുമാത്രം പിശാചൊക്കെ കൊന്തയിട്ട് നടക്കണം, അതിലെ കാര്യമില്ല. പക്ഷേ ഇവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തട്ടായി. അപ്പോൾ എന്നാ ചെയ്ത്? അപ്പം അതിന് നിസ്സാരം മാത്രമേ ഉള്ളൂ. അതായത് നിൻ്റെ വിശ്വാസം ഈ കൊന്തയിട്ട് നിൽക്കുന്ന പിശാചിനേക്കാൾ അതൊരു പ്രലോഭനമായിട്ട് തന്നിരിക്കുകയാണ്. അതിനെ നീ അതിജീവിക്കണം. എന്നുവെച്ചാൽ അതിജീവിക്കണം എന്നാണ്? വിശ്വാസം അതിജീവിക്കണം എന്നല്ല, എന്നോടുള്ള നിൻ്റെ സ്നേഹം ഈ കൊന്തയിട്ട പിശാചിൽ നൽകുന്ന പ്രലോഭനത്തെക്കാൾ നിൻ്റെത് ഉയർത്തണം. ദാറ്റ് മീൻസ് നീ സ്നേഹത്തിൽ വളരണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ.